ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഉടമസ്ഥത എന്ന കവിത. ഉടമസ്ഥത എന്നാൽ ഉപയോഗിച്ചിടാനും ഉടച്ചു കളയാനും സ്വാതന്ത്ര്യമെന്നാണ് അർത്ഥം. ഒരുവൻ്റെ സ്വത്ത് അവൻ്റെയായിരിക്കണം. അതിനെ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാൻ കഴിയണം. അല്ലാത്ത പക്ഷം അതൊരു വാടകച്ചരക്കാവുകയാണ് എന്ന് കവിതയിലൂടെ കവി പറഞ്ഞു വയ്ക്കുന്നു. അച്ഛൻ്റെ സമ്മാനമാം പെന്നുമായി നിൽക്കുന്നേര് തപ്പുവീനുണ്ടായി തീർന്നീതസ്വാസ്ഥ്യം പലേ മട്ടിൽ. ഇതിനി കളഞ്ഞാലോ തല്ലുകൊള്ളുമെന്നേട്ടൻ, ഇതു നാലായിട്ടുണ്ടാം നാളേക്കെന്നുടനമ്മ. എൻ്റെ പെന്നിനി തൊട്ടു പോയാലെന്നേടത്തിതാൻ എന്തൊക്കെ താക്കീതുകളേറ്റണമിതോടൊപ്പം. ബാലഹസ്കരൻ മാച്ചു നീലക്കൽ പലകതൻ ചായപ്പെൻസിലും വായിൽ തിരുകിയിരിക്കുന്നു. ഉമ്മറക്കോലായിന്മേലഭിനന്ദന സദ സുന്മിഷത്താക്കാനെത്തി ഇളയ വെയിൽ നാളം. ചുണ്ടിൽ പൂവിരിയലോടവന സമ്മാനത്തെ കണ്ടു തണ്ടയ്യാ നീല ചേമ്പിൻ്റെ ഇളം കൂമ്പോ. വിരിയാൻ വെമ്പിടുന്ന ചമ്പകമൊട്ടോ മുന അറിവിൻ പറ്റാത്തതാമുറവാണതിനുള്ളിൽ. കണ്ണിലിത്തിരി വെള്ള ചായയുണ്ടായി പിന്നെ ഉണ്ണിയതച്ഛൻ തൻ്റെ മേശമേൽ തന്നെ വച്ചു. എൻ്റെ എല്ലിതു ചോടിച്ചിറങ്ങിപ്പോയാനവൻ എന്തിനീ എന്നിത്തിരി സംഭ്രമമങ്ങുണ്ടായി. ഏറിപ്പോയി കുറച്ചെന്നാണേവർക്കും അഭിപ്രായം. ഏകശാസനനച്ഛനവനെ ശിക്ഷിച്ചാലോ. ശാന്തനായി ചിരിച്ചച്ഛനമ്മയോടോതി, നിങ്ങ എൻ്റെ സമ്മാനം വെറും വാടകച്ചരക്കാക്കി. ഉടമസ്ഥത എന്നാൽ ഉപയോഗിച്ചിടാനു മുടച്ചു കളയാനും സ്വാതന്ത്ര്യമെന്നാണർത്ഥം. ഉടമസ്ഥത എന്നാൽ ഉപയോഗിച്ചിടാനു മുടച്ചു കളയാനും സ്വാതന്ത്ര്യമെന്നാണർത്ഥം.